കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ സംഭവിച്ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നാകെ മരങ്ങളും തെങ്ങും കവുങ്ങും ഒക്കെ അങ്ങോട്ട് അടിച്ച് വീഴുകയാണ്. സ്പീഡിൽ ഇങ്ങോട്ട് തെറിച്ച് ഇങ്ങനെ നിലം പതിക്കണതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടി ഞാൻ റോട്ടിൽ കയറി വെക്കുമ്പോൾ ആ ചേച്ചിയും ആ CCTV കണ്ട ചേച്ചിയും ആ ചേട്ടനെ വലിച്ചെടുക്കണതാണ് ഞാൻ കണ്ടത് മണ്ണിൻ്റെ അടിയിൽ നിന്ന്. ഞാൻ പിന്നെ ഉമ്മാക്ക് വിളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നല്ല മഴ ഉണ്ട്. അപ്പോൾ സാധാരണ എപ്പോഴും 2-3 നേരം വിളിക്കുന്നതാണ്. മഴ ഉള്ളതുകൊണ്ട് സാധാരണ ഇങ്ങനെ വിളിക്കുന്നതാണ്, സമാധാനമല്ല അതിൻ്റെ. അപ്പം ഉമ്മ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് ഉച്ചക്ക് ഉറങ്ങരുത് കേട്ടോ, എന്തെങ്കിലും സംഭവിച്ചാൽ അറിയില്ല, അവിടെ ഇതുള്ളതല്ലേ, തുരങ്കുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഇപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉടനെ രാത്രി ഞാൻ പറഞ്ഞു രാത്രി എനിക്ക് ഉറക്കം വെച്ചിരിക്കാൻ പറ്റുമോ എന്ന് പറയലും വലിയൊരു ശബ്ദം, ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദം ആയതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നോക്കിയത്. അത്രയും വലിയൊരു ശബ്ദം, പേടിപ്പെടുത്തുന്ന ശബ്ദം. അപ്പോൾ എന്താണ്, ഇപ്പോൾ തുരങ്കപാത അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്, റോഡ് പണിയൊന്നുമില്ല, പിന്നെ എന്താണ് അത്ര വലിയ ശബ്ദം വിചാരിച്ചിട്ടാണ് ഞാൻ പുറത്തിറങ്ങി നോക്കിയത്. നോക്കുമ്പോൾ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ ഓടി വരികയാണ്. അപ്പോൾ ബേക്കിലോട്ട് നോക്കിയിട്ടാണ് ഓടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തോ സംഭവിച്ചിക്കണ്, ഒച്ച കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ സംഭവിച്ചിക്കണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നാകെ മരങ്ങളും തെങ്ങും കവുങ്ങും ഒക്കെ അങ്ങോട്ട് അടിച്ച് വീഴുകയാണ്. സ്പീഡിൽ ഇങ്ങോട്ട് തെറിച്ച് ഇങ്ങനെ നിലം പതിക്കണതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടി ഞാൻ റോട്ടിൽ കയറി വെക്കുമ്പോൾ ആ ചേച്ചിയും ആ CCTV കണ്ട ചേച്ചിയും ആ ചേട്ടനെ വലിച്ചെടുക്കണതാണ് ഞാൻ കണ്ടത് മണ്ണിൻ്റെ അടിയിൽ നിന്ന്. അപ്പോൾ ആകെ ടെൻഷനായി. അതിൽ അത് കഴിഞ്ഞിട്ട് ലോറിയിൽ നിന്ന് ആ ഡ്രൈവർ ഇറങ്ങി വരിക, വായെന്നൊക്കെ ചോര ഒലിച്ചിട്ട് ആകെ പാവം തോന്നി. അയാളൊക്കെ കരഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങണതാണ് കണ്ടത്. അപ്പം തന്നെ ഒന്ന് ശാന്തമായപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് വേഗം പോലീസിനെ വിളിക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഇക്കാനെ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇക്കാനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇക്ക അങ്ങനെ അവിടെ ഇങ്ങനെ സംഭവിച്ചിരിക്കണ്, പോലീസിനും ഫയർഫോഴ്സിനൊന്ന് വേഗം വിളിക്കുമെന്ന്. അങ്ങനെ ഞാൻ വേഗം എന്താട്ടി ആകെ എന്തെന്ന് പറയാം, അങ്ങനെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ട് നമ്മൾ TV-യിലൊക്കെ കാണുന്നല്ലാണ്ട് നമ്മളിങ്ങനെ നേരിട്ട് ഇതുവരെ അങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല. അത്രയും പേടിപ്പെടുത്തുന്ന കാര്യം നമ്മൾ നേരിട്ട് കാണുകയാണ്. ഞാൻ വിചാരിച്ചു ഞാൻ മരിക്കുകയാണ്. എൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എൻ്റെ കുട്ടി ഉണ്ടായിരുന്നല്ലോ ആ നേരത്ത്. അല്ലാതെ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ആ കുട്ടീൻ്റെ കാര്യം വെച്ചിട്ടായിരുന്നു എനിക്ക് പേടിയുണ്ടായിരുന്നു. ആ അത്രയും ഭീകരതായിട്ടുള്ള. പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒന്നുമില്ല. അവിടെ അത്രയും കഷ്ടപ്പെട്ടു ഉറക്കല്ലാതെ പണിയെടുത്ത കുറേ ആൾക്കാരാണ്. ഇത് മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ കുറേ പേരെ ജീവൻ രക്ഷിക്കായിരുന്നു. കാരണം രാത്രിയൊക്കെ 12 മണിക്ക് 1 മണിക്കൊക്കെ നോക്കിയാൽ അവരങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കും, വീട്ടിലും പോകും. അതങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പണിക്കാരായിരുന്നു ഇവിടെ. കുറച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു പക്ഷേ അത്രയും പേരെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. കാരണം അവർക്ക് വീട്ടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടി വന്ന ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. എന്തായാലും മറക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി 2 ദിവസമായി ഇക്കാലത്ത് ചോദിച്ചാൽ അറിയാം, ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. കണ്ണടക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കണ്ണിങ്ങനെ അടക്കുമ്പോൾ ഞാൻ ഇക്കാനോട് പറയുകയാണ്, എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് പേടിയാവണം, എന്തെങ്കിലും സംഭവിക്കുമോ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ സേഫായിട്ട് എൻ്റെ വീട്ടിലാണ്. പക്ഷെ അത് ആലോചിക്കുമ്പോൾ പേടി വരികയാണ്. അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഉറങ്ങാൻ പറ്റണില്ല. ഞാൻ 3-3:30ക്കൊക്കെയാണ് ഉറങ്ങിയത്. കുട്ടി ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളെ കൂടെ കളിച്ചിട്ടൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനും ഇക്കാൻ്റെ അമ്മയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇത് നേരിട്ട് കണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വരെ വിളിക്കുന്നത്. കാരണം മോളുണ്ട്, കണ്ടു കഴിഞ്ഞാൽ പേടിക്കും. വേറെ നിവൃത്തിയില്ല. ഇത് ഞാൻ ഒറ്റയ്ക്ക് കാണില്ലാണ്ട് വേറെ നിവൃത്തിയില്ല. കാരണം ഓരും കൂടി പേടിക്കും. വേറെ ഒരു നിവൃത്തിയില്ലാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക. കാരണം ഒന്നുമില്ല, അവിടുന്ന് വരുന്നേ ഓടാനുള്ള ധൈര്യമില്ല. മോളകത്തുണ്ട്. പെട്ടെന്ന് വിളിച്ച് ഓടാനുള്ള ആ ഒരു അവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഹോട്ടലിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഹോട്ടലിൽ നിന്ന് ഓടിയ തിരിച്ച് അവിടെ നിന്നപ്പോൾ ഞാൻ എന്താട്ടി ഉമ്മച്ചിനെ വിളിച്ച് ഉമ്മച്ചിനോട് പറഞ്ഞു, ഉമ്മച്ചിയെ ഓടി വരി, എന്തോ സംഭവിച്ചിരിക്കണ. അപ്പോഴാണ് ഉമ്മച്ചിയൊക്കെ അറിയണത്. അതുവരെ ഉമ്മച്ചി ഈ ഒച്ച ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ പുറത്തിറങ്ങി നോക്കണത്.